Hi guys, Assalamu alaikum. It's me Fida. ഞാൻ ഫസ്റ്റ് ടൈമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, സോ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാവും. സോ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിക്കാഹ് ബുക്ക്ലെറ്റാണ്. നോർമലി ബുക്ക്ലെറ്റ് A3 സൈസും A4 സൈസും ചെയ്യാറുണ്ട്. ഞാനിന്നിവിടെ ചെയ്യുന്നത് A4 സൈസിലാണ്. ബുക്ക്ലെറ്റ് നമുക്ക് കാർഡ് സ്റ്റോക്കും അതേപോലെ തന്നെ ഫോം ബോർഡും യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ഫോം ബോർഡാണ്. 2 കളേഴ്സിൽ അവൈലബിൾ ആണ്, ബ്ലാക്കും അതേപോലെ തന്നെ വൈറ്റിലും. വൈറ്റാണ് കൂടുതൽ ബെറ്റർ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്തത്. ഇത് 46 സെൻറ്റിമീറ്റർ വിഡ്ത്തും 32 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും കട്ട് ചെയ്യാം. എന്നിട്ട് അതിനെ 2 പീസസ് ആക്കാം. ഇതിൽ കാണുന്നത് പോലെ ചെറിയൊരു ഗ്യാപ്പിൽ കറക്റ്റ് ലെവലിൽ 2 ബോർഡും വെക്കുക. അത് മാസ്കിംഗ് ടാപ്പ് ഓർ വൈറ്റ് ടാപ്പ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുക. ഇതിൽ കസ്റ്റമർ ചൂസ് ചെയ്തത് വർക്ക് വരുന്ന ഒരു നെറ്റിൻ്റെ മെറ്റീരിയലാണ്. സോ അതിന് ബേസായിട്ട് ഞാൻ വൈറ്റ് പ്ലെയിൻ ക്ലോത്ത് യൂസ് ചെയ്തതിന് B6000 എന്നുള്ള ഗ്ലൂ യൂസ് ചെയ്ത് എല്ലാ സൈഡും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ടൈം എടുത്ത് എല്ലാ സൈഡും നല്ല ടൈറ്റിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. ഓഫ് വൈറ്റ് കളറിൽ വരുന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിൽ വീണ്ടും ഗ്ലൂ ചെയ്ത് അതൊന്നുകൂടി നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണുന്നത് പോലെ അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് ടൈറ്റിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. A3 സൈസിൽ A4ൻ്റെ 2 പ്രിൻ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് സിൽവറിൻ്റെ മിറർ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബുക്ക്ലെറ്റിന് യൂസ് ചെയ്യുന്ന സെയിം ക്ലോത്തിൻ്റെ പീസും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത പേപ്പർ 2 സൈഡിലും സ്റ്റിക്ക് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം വരുന്ന ആക്രിലിക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സെയിം ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ കസ്റ്റമർ ഇതിൽ തമ്പ് ചെയ്യാനുള്ള കട്ടൗട്ടും ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് പറഞ്ഞു കൊടുത്ത സൈസല്ല ആ ഷോപ്പിൽ നിന്ന് എനിക്ക് തന്നത്. അതിലും കുറച്ചും കൂടി വലുതായിപ്പോയി. ബട്ട് കുഴപ്പമില്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു കൊടുത്ത കട്ടൗട്ടിൻ്റെ ഷേപ്പും ഇതായിരുന്നില്ല, ഒരു ആർച്ച് ഷേപ്പ് വരുന്നതായിരുന്നു. 2 ആർച്ച് ഷേപ്പും ഒരു ഹാർട്ട് ഷേപ്പും. ഇതവർ വേറെ ആർക്കോ വേണ്ടി ചെയ്തതായിരുന്നു. ഇതവരുടെ കയ്യിൽ നിന്ന് മാറിപ്പോയതാണ്. പിന്നെ ഈ ആക്രിലിക്കിൻ്റെ ഒക്കെ മുകളിൽ തിന്നായിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടാവും, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബുക്ക്ലെറ്റിൻ്റെ ഔട്ട് സൈഡിൽ 4 കോർണറിലായിട്ട് ഈ കട്ടൗട്ട് ആഡ് ചെയ്യാം.
പിന്നെ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു കട്ടൗട്ടും പിന്നെ അതിനകത്തായിട്ട് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫസ്റ്റ് ലെറ്റർ വരുന്ന കട്ടൗട്ടും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിക്കാഹിൻ്റെ ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു കട്ടൗട്ട് അതിന് താഴെയായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ മുകൾ ഭാഗത്തുള്ള ആ പേപ്പറും ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. ബുക്ക്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൽ സൈൻ ചെയ്യുന്ന പെന്നാണ് നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് കുറേ ഐഡിയാസിൽ ചെയ്യാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ ഓരോ മോഡലിൽ ചെയ്യാവുന്നതാണ്. ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ നിന്ന് കുറേ ടൈപ്പ് ലേസ് അവൈലബിൾ ആണ്. അതിൽ ഞാനിപ്പോൾ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ലേസാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു പെന്നിൽ ഫുള്ളായിട്ടിങ്ങനെ ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഇങ്ങനെ ഫുള്ളായിട്ട് റോൾ ചെയ്യുക. അത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫെദർ അവിടെ വെച്ച് കൊടുത്തിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബുക്ക്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. Thank you for watching the video.